എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയില്ല. നാം ഏകീഭവിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം നിലക്ക് ദാസന്മാരായ തിരുവതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജനത്തിന്റെ ബലഹീനത നിമിത്തം നാം മനുഷ്യരീതിയിൽ കർത്തനോടുകൂടി വിശ്രമിക്കാം. യാത്ര ചെയ്യും ഞാൻ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി അന്യശ്വാസം വരെയും. പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നിരാപം അന്യരെന്നെണ്ണി ലോകമാത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്യശ്വാസം വരെയും. ഇരുപത്തിനൊപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലം ആയെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.
അന്ത്യശ്വാസം വരെയും ലോകത്തിൻ പാലക കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സാരങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള നിത്യഗ്രഹ യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. നോട്ടം തികച്ചു സ്വർഗീരുദിനായി പാടും ഞാൻ മാടുരൂപമായി പരനേശ്വരൻ സന്നിധാനം പാടും ഞാൻ മാടുരൂപമായി പരനേശ്വരൻ സന്നിധാനം ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപ് ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടഞ്ഞിടുമേ ദൂരസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവിതം വേടുന്ന വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി
ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരാന്ന് നേരുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപ് ഹല്ലേലൂയ പാടിടും ഞാൻ. നമ്മുടെ കർത്താവിൽ തന്നെ മനുഷ്യരെ എഴുന്നേൽപ്പിച്ച് എല്ലാ വിശുദ്ധന്മാർക്കും പ്രത്യാശയാകുന്നു. കർത്താവേ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന നിന്റെ നാഴികം അറിഞ്ഞിരിക്കുന്നതാകുന്നു. വിശിയാവുന്നവരുടെ അധികാരം വായിക്കുന്നതുകൊണ്ട് മരണത്തിന് തോൽവിയും സാത്താന വ്യാപവും തന്നെ. സകല തിരഞ്ഞെടുക്കപ്പെട്ടവരും മണവാളിനോടുകൂടെ പ്രവേശിക്കേണ്ടതിന് ഉന്നതത്തിലെ മണവാളിയുടെ വാതിൽ തുറന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ദിവസം പെട്ടെന്ന് വിളിക്കുന്നു. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും അവിടെ അടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ യേശുവേ, നിന്റെ കയ്യിൽ മരണവും നിന്റെ ഇഷ്ടത്തിൽ ജീവനുള്ളത് കൊണ്ട് നിനക്ക് സ്തുതി. നിന്റെ സ്നേഹമായ സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് നിന്റെ എഴുന്നള്ളത്തിന്റെ ദിവസത്തിൽ നിന്റെ കരുണയെ കാണും. കർത്താവേ, ന്യായവിധിനാളിൽ അവൻ രണ്ടിനോടും കരുണ കാണിക്കേണ്ടതിന് ശരീരവും ആത്മാവും നിന്നെ വന്ദിക്കുന്നു. സഹോദരന്മാരെ, ബ്രഹ്മസ്ഥലത്തെ നാം കടന്നു പോകണം. നമ്മുടെ കപ്പൽ സന്തോഷിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. നിന്റെ ശബ്ദം എന്നെ ഉണർത്തുകയും പുനരുത്ഥാൻ ഞാൻ എഴുന്നേറ്റത് സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപകൾക്ക് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ എഴുന്നള്ളത്തിന്റെ ദിവസത്തിൽ നിന്റെ കരുണയെ നിങ്ങൾ കാണുമാറാകണമേ. കുഴലോത്തിന്റെ ശബ്ദത്താലും കാണത്തനിയാലും സകല വംശങ്ങളും ഒന്നിച്ചുകൂടുന്നു. ായി മരണം ആസ്വദിക്കുകയും മരിച്ചവരുടെ പ്രത്യാശയം അവർ വിലക്കുകയും ചെയ്ത ജീവനുള്ളവനായ താൻ വാഴ്ത്തപ്പെടാകുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയമായ മേലുള്ള വിഷയങ്ങളിൽ നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കഷ്ടാനുഭവങ്ങളിൽ സങ്കേതം പ്രാപിക്കുന്ന ഞങ്ങൾ നിന്റെ എഴുന്നള്ളത്തിന്റെ നാളിൽ തള്ളപ്പെട്ടവരായി തീരരുതേ. ഞങ്ങളെ തള്ളിക്കളയരുതേ. നരകത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രതീക്ഷിച്ചിരുന്നാളിൽ ഭാഗ്യകരമായ സ്ഥലത്ത് ഞങ്ങളെ നിവസിപ്പിക്കുകയും വെള്ളത്തിലേക്ക് ഞങ്ങളെ തരിക്കുകയും ചെയ്യണമേ. എന്റെ സഹോദരന്മാരെ, നമ്മുടെ നാളുകൾ പോലെ മാറിപ്പോകുന്നത് നിങ്ങളെല്ലാ സമയത്തും ഓർത്തുകൊള്ളുകയും സന്തോഷമുള്ള സ്ഥലമായ പ്രകാശിതമായ നീയാകൊണ്ടും അവരുടെ കൂട്ടങ്ങളിൽ നിനക്ക് ഞങ്ങൾ സ്തുതികരമാറാകണമേ. വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നിട്ട് വിശ്വസിക്കുന്നതിനാൽ ഒരു നാളും മരിക്കുകയില്ല. ഈ ലോകം കടന്നു പോവുകയും അവരുടെ മോഹം വഴി പോവുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നതിലേക്ക് നിലനിർത്തുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യനുമായ സംതൃപ്തിമാകുന്നു. അവൻ ഭൂപോലെ ഉടന്ന് നിൽക്കാതെ ഓടിപ്പോകുന്നു. പറക്കുമ്പോഴും മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. നല്ല പേര് സുഗന്ധത്തെക്കാളും
പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവിനെ നൽകി ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മനുഷ്യനെ നേരിട്ടവനായി സൃഷ്ടിച്ചു, ഓരോ അനേകം സുഹൃത്തുക്കളെ അന്വേഷിച്ചു വരുന്നു. ഞാൻ നീതിമാന്റെ മരണമായി മരിക്കട്ടെ, എന്റെ അവസാനവും അവന്റെ ദൂരെയായിരിക്കട്ടെ. സൂര്യന്റെ കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന്റെ ലാഭം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യനിൽ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശത്തിലുള്ള സകല കാര്യത്തിലും ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, സകലവുമായും മഹാപ്രയത്നം. മനുഷ്യർക്ക് ഒരു കാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർ അതൊക്കെയും സന്തോഷിക്കട്ടെ. എങ്കിൽ അന്ധകാരം ദീർഘമായിരിക്കുമെന്നോ ഓർത്തുകൊള്ളട്ടെ. മനുഷ്യരൊക്കെയും കരുണയില്ലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ തന്നെ സമ്പാദിക്കുന്നു, ആ അനുഭവിക്കുന്ന അറിയുന്നില്ല. അവരുടെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് സകല മനുഷ്യർക്കും അതത്രേ വേണ്ടത്.
Isa Jinan Asa
എന്നാലിപ്പോൾ മനുഷ്യ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്തിനു പ്രാപിച്ചവരുടെ ആദ്യവിളവായി തീർന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടായ പ്രകാരം തന്നെ മനുഷ്യൻ മൂലം മരിച്ചവരുടെ ഉയർത്തുണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആദാമിൽ എല്ലാ മനുഷ്യരും മരിക്കുന്ന പ്രകാരം തന്നെ മശിഹായിൽ എല്ലാവരും ജീവിക്കുന്നു. ഓരോരുത്തൻ താതാന്റെ ക്രമത്തിൽ അത്രേ. മശിഹ ആദ്യവിളവായി, പിന്നീട് മശിഹായിക്കുള്ളവർ അവന്റെ വരവിങ്കൽ. അതിന് ശേഷം അവസാനം ഉണ്ടാകും. അപ്പോൾ സകല പ്രഭുത്വവും സകല അധികാരവും സകല ശക്തികളും വായിച്ചിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ സകല ശത്രുക്കളെയും അവന്റെ കാൽ കീഴാക്കി വയ്ക്കുമ്പോഴും അവൻ വാഴുവാനിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം മാറ്റുപോകുന്നു. എന്തുകൊണ്ടെന്നാൽ സകലത്തെയും അവന്റെ കാൽ കീഴ്പ്പെടുത്തി. എന്നാൽ സകലവും അവനെ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ സകലവും അവന് കീഴ്പ്പെടുത്തിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാകുന്നു. സകലവും അവന് കീഴ്പ്പെടുമ്പോൾ ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് സകലത്തെയും അവന് കീഴ്പ്പെടുത്തി കൊടുത്തവന് പുത്രനും കീഴ്പ്പെട്ടിരിക്കും. സ്വർഗഭാഗ്യം എത്ര യോഗ്യം സ്വർഗഭാഗ്യം എത്ര യോഗ്യം
പറയാൻ മതി. അവരുടെ കറക്റ്റായിട്ട് പോണില്ല. ക്വാളിറ്റി കുറയ്ക്കണം. ഞാൻ പറഞ്ഞു ക്വാളിറ്റി കുറയ്ക്കണം. ഇപ്പൊ എടുക്കണമെന്ന് ശീഘ്രം എത്തും മരണത്തെ നിദ്രാകുളോ ോത്രമിതാദനു സവ ഭാഗ്യമേ ഭാഗ്യമേ നീതരേ എന്റെ അയൽക്കാരേ ഞാനിതാ പോകുന്നു ബന്ധുക്കളേ എന്റെ ശേഷക്കാരേ യാത്രയായിരുന്നു ഞാൻ എൻ കൂട്ടരേ എൻ പ്രിയരേ എന്റെ കേൾക്കുന്നു എന്നും നിങ്ങളെ ഓർത്തു ഞാൻ കാത്തിരിക്കാം ആപത്ത് സഹായിച്ചോരെയോ ഓർക്കുന്നു ഓർക്കുന്നു വിഷമിച്ചോരെയോ ഒരുക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരും വിളിക്കും നേരത്തെ കാത്തുകാത്തിരിപ്പാൻ കൂട്ടുകാരും എന്നെ സ്നേഹിച്ചോരോ വന്നില്ലേ വന്നില്ലേ ഞാൻ സ്നേഹിച്ച മുഖങ്ങളെ ഇനി കാണുവാനോർക്കുമോ അന്ത്യയാത്ര അവനോടോ പറഞ്ഞെന്നു പറയുകയും തിരിഞ്ഞെന്നു
നിന്റെ പരമസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയം ദിവസമേ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാനുഭായമായ ദൈവമേ, ഈ ആയുസിനെ ഒന്നുമില്ലായ്മയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനുള്ള നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും കൂടെ ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായ ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകുകയും ചെയ്യണമേ. വാഗാനന്ദൻ കൃപയാലേ ചെയ്തവനാമസിഹാനാദ നിന്മരണത്തെ ഞങ്ങൾ വന്നേച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്നുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാമസിഹായേ പ്രത്യക്ഷതയുടെ വരുതാം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. പ്രവർത്തിക്കൊത്ത പകരം നൽകും മിശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ചു അന്യായങ്ങളെ കഴുകണമേ. മഹിമയ്ക്കു ചേരുന്നവരെന്നിടയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമസിഹായേ. വാതിൽ തുറക്കുന്ന മർവിസായുടെ താപോലാം നാഥാ, ഞങ്ങൾക്കു നിന്നൊരവിൽ അനുഗ്രഹവാതിൽ തുറക്കേണമേ. ദാസനെ മരിച്ചവരിന്നിടയിൽ നിന്നേരുന്നേ വീഴ്ച. ആസക്തം വിശ്വാസികളെ അവരിൽ നിന്നെഴുന്നേൽപ്പിക്കുമോ.
കരുണയോടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചരുളീരേണമേ. രാജൻ സൈന്യവുമായി നാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഇടപെടാതെ ജാഗ്രതയുള്ളവരായി തീരണമേ. സഭാപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയും ഉയർത്തിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും എന്റെ കാലത്തെ പ്രകാശിക്കുന്ന ദൃഷ്ടിയും നഗരത്തെ കൊണ്ടുവനും പാതാളത്തെ ജയിക്കാൻ തന്റെ സൃഷ്ടിയും പ്രതികാപ്പെടുന്നതായി ശിഹാദന്ദ്രന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയെ നേരത്തും നമ്മുടെ ആയുസ്നാളത്തെയും സ്തുതിഗ്രഹമാനവും മധുരവും ഉപദേശയും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖത്തിലുള്ള ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയം ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന രക്ഷകളും കൈക്കൊള്ളുന്ന നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിരാതനായ പുത്രൻ രണ്ടാമത് എഴുന്നേൽക്കി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികളുടെ കൊണ്ടു പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ചവർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്തതിന്റെ കാലത്തിലേക്ക് തള്ളപ്പെടുകയും ബുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊല്ലപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ ഘോഷിച്ച് പറയുകയും ചെയ്യുമ്പോൾ നാമത്തിൽ മാമോദീസ കൈക്കൊണ്ടവനും ദൈവീയമായ കൂതാശകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശാരണത്തിൽ ആശ്രയിച്ചവനുമായി നിന്റെ മകൻ ആരുമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയും നിന്നും നിന്റെ പ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും കെട്ടുപോകാതെയും വേദനപ്പെടുകയില്ലെന്നും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശം അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടുകൂടെ ഈ നിന്റെ മകന്റെ വേർപാടിങ്കിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യരും മഹത്വരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലൂടെ ദൈവമന്ത്രാരെ മരണത്തെ കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ എല്ലാവരെയും ഞങ്ങളെ പ്രത്യേകമായി തന്റെ ദാസന്റെ കുടുംബത്തിലുള്ള ദൈവമുള്ളവരെയും നിന്റെ കർണന്റെ മഹത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെ നീക്കിക്കളയണമേ. ആഗ്രഹിക്കുന്ന എല്ലാ സമാധാനം കൊണ്ട് ഇവരെ നീ വാഴ്ത്തണമേ. മനോവ്യസനത്തിൽ നിന്ന് ഇവരെ നീ വിടുവിക്കണമേ. ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ പ്രത്യാശ ഹൃദയങ്ങളെ മുട്ടാകണമേ. നിന്റെ ശക്തിയുള്ളവനും കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നിർത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പല ദുഃഖിച്ച് നിരാശപ്പെടാതെ നിങ്ങളുടെ വിശ്വാസവും ആശ്രയം കൊണ്ട് ഒരു ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ഗൗരവമായ അനുഗ്രഹം കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നെ കർത്താവ് എടുത്തു കർത്താവിന്റെ വാഴ്ത്തുമാറാവട്ടെ. ഇതുപോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ നിന്റെ മക്കളെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, നിങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിന് പുറപ്പാടുണ്ടാകുന്നവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സ്വർഗീയ സിംഹാസനം ശ്രേഷ്ഠമായ നില ഞങ്ങൾക്കാ നീ സൗജന്യം ചെയ്യണമേ. അറിവില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ ശുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ മുട്ടറിന്റെ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സദാകാലം ഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവര് നിസമാധാനത്തോടെ വാർത്തലിന്റെ അടുത്തിൽ നിന്ന് സന്തോഷം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. പുനരുദ്ധാനവസ്ഥയിൽ ഞാൻ നിന്നെ കാണുമെന്ന് മെഷിഹായിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മെഷിഹാരാജാവിന്റെ എഴുതലത്തെങ്കിലും പ്രധാന ദൈവന്മാരുടെ കാലത്തിനെങ്കിലും കബറുകളും പാറകളും പിളരും സകല ശുദ്ധിമാന്മാരും മണവാളോട് മനോഹരയിൽ പ്രവേശിക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവരും ഒരു നാളും മരിക്കുകയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി
നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളുടെ നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായ തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരനെ, ഇന്ന് നാം എവിടെയാകുന്നു, നാളെ നാം എവിടെയായിരിക്കും ഓർത്തുകൊള്ളുകയും. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിനംതോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. മരിച്ചവരെ പുനർജീവൻ എടുത്തല്ലോ. സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർത്തിച്ച നീതിയായി ഫലമേകും മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. സുതരെ നീ ഉയർത്തിപ്പാരെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടയാതെ ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവമേ, എന്റെ മകൻ പാർത്ത ഈ ഭവനത്തിൽ നിന്ന് എന്റെ മകന്റെ ഇടവ പള്ളിയിലേക്ക് ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകും. ദൈവീയമായ കൂദാശകൾ ആശ്രയിച്ച് തിരുവചനത്തെ നീതിയെന്നും പ്രാപിച്ച് അന്ത്യം വരെ നിൽപ്പാടിനെ തുറന്നു. കർത്താവേ, നിന്റെ ദാസനെ ഇടയാക്കി വിശ്വാസ ജീവിതത്തിന്റെ ധന്യതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ ശ്രേഷ്ഠ പാരമ്പര്യത്തിൽ വളരുന്നതിനും തുടർന്ന് തലമുറയെ അപ്രകാരം വളർത്തുന്നതിനും അനേകരെ പഠിപ്പിക്കുന്നതിനും ദൈവിക ജ്ഞാനത്തിൽ മുതിർന്ന് നിന്റെ വചനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും തിരുസന്നിധിയിൽ മാലാഖമാരോട് ചേർന്ന് സുരിസ്തോത്രം അർപ്പിച്ച് പാടി ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ഒരുപാട് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. ഇത്രത്തോളം വ്യാപരിച്ച എല്ലാ പ്രവർത്തകർക്കായി സ്തോത്രം. അന്ത്യം വരെയും സഹായിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത് എല്ലാ കരങ്ങളെയും പുണ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ എന്ന് നീതിമാൻ അയ്യപ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസ സ്ഥിരതയെ എന്റെ മക്കൾ നൽകിയിരിക്കുന്നു. ഓർത്ത് സ്തോത്രം. അനേകർക്ക് നല്ല മാതൃകയായി കർത്താവ് ദൃഷ്ടാന്തമായി ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായി നിന്റെ മകനെ നിലനിർത്തി അതെല്ലാം ഓർത്ത് വീണ്ടും ഞങ്ങൾ സ്തോത്രം. ഞങ്ങൾ വീണ്ടും കാണുന്ന ഏകജാതനായ പുത്രന്റെ പ്രത്യക്ഷ മഹാദിവസത്തിന്റെ സർവശുദ്ധിമാന്മാരോടും ചേർന്ന് കാണപ്പെടേണ്ടതിലേക്ക് ശരീരത്തിൽ ശേഷിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ നീ അപ്രകാരം വാഴ്ത്തണമേ. ആകിയാൽ വാങ്ങിപ്പോയി ശുദ്ധിമാന്മാരോട് ചേർന്നായിരിക്കാൻ ഈ ലോകത്തിൽ ഇനിയുള്ള ലോകത്തിലും അപ്രകാരമായിരിക്കാൻ ഞങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, പ്രത്യേക ജോർജാനും കുടുംബത്തിൽ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് ദൂരസ്ഥരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലൂടെ ലഭിച്ച സ്നേഹത്തിനായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. ഈശോ മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയയോടെ കേൾക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം എന്നർത്ഥം പ്രിയരായിസോ എന്ന് പ്രതിവാക്യമായ എന്റെ പിന്നാലെ ചൊല്ലണം. ക്ഷമിക്കണമേ.
ശക്തിയും മഹത്വവും സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും വിശുദ്ധമായ മനസ്സുകളെയും കാക്കട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ പ്രബോധവും വാഴുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഇടയിലും നിങ്ങളോടുകൂടെയും ഉണ്ടായിരുന്ന സകലദോഷം നിങ്ങളെ കാത്തുമുറിച്ച് സകലതന്മാർക്കും നിങ്ങളെ യോഗ്യമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. നമ്മളിപ്പോൾ ആരാധന ചെയ്യുന്ന പാർട്ടിയുടെ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സ്റ്റാഫിൻ്റെയൊക്കെ ഇപ്പോൾ ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതാണ്. പിന്നീട് നമ്മളുടെ മാർത്തോമാ പള്ളിയുടെ സെമിത്തേരിയിലാണ് 3-ാം ഭാഗം. ഓർത്തഡോക്സ് സ്റ്റാഫിന് 3 മണിക്ക് വേറെ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മളോട് സമയം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്താരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്ക് വന്ന് അന്തിമോചാരം അർപ്പിക്കാം. അതിനുശേഷം എത്രയും ശീഘ്രം പാർട്ടിയുടെ ഓർത്തഡോക്സ് സെമിത്തേരി ചാപ്പലിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരുന്നതാണ്. രാവിലെ ചെന്നെടുക്കുന്ന സമയമാണ്. വീട്ടുകാർക്കുള്ള ടൈമാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ സമയം പാലിക്കണം. ഇല്ല എങ്കിൽ ഓർത്തഡോക്സുകാരുടെ 3 മണിക്ക് ഉള്ളതുകൊണ്ട് അവരുടെ ആളുകൾ വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ഇറങ്ങിപ്പോകും. चार्ज आएगा फॉर्म എടുത്ത്
കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നീ കാണും ഞാൻ ഒന്നുവേണ്ട യാത്രയിൽ അല്പമാത്രം വീഴ്ച സ്വൽപ്പം വെള്ളം അല്പമാത്രം വീഴ്ച സ്വൽപ്പം വെള്ളം കാലം വിശേഷം കാലമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല വേണ്ട ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.